കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ പോയിട്ട് ഒരു ക്ഷേത്രങ്ങളിൽ നിന്നും കാണാത്തൊരു പ്രത്യേക തരം കാഴ്ചയാണ് ഇത്. നമ്മുടെ ശ്രീ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണിത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. അപ്പൊ ഇന്ന് ഞാൻ കാണാൻ വന്നിരിക്കുന്നത് പള്ളിവേട്ടയും പൂവക്കോലൊക്കെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. നമുക്ക് എന്തിനാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ഈ പൂവക്കോല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. പൂവക്കോല എഴുന്നള്ളത്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 4 മണിക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് 9ാം ഉത്സവമായ ഇന്നലെയായിരുന്നു ഈ ഒരു പൂവക്കോല എഴുന്നള്ളത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ എഴുന്നള്ളത്തിന് പോകാൻ വേണ്ടിയിട്ട് സരസ്വതി കുട്ടിയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഇനി ഇവർ ആനക്കൊട്ടിൽ വെച്ച് എന്തൊക്കെയോ കുറച്ച് ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതേ സരസ്വതി കുട്ടിക്ക് തൻ്റെ കുറിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറിയൊക്കെ ഇട്ട് പഴവും കൊടുത്ത് മേളത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോകുന്നത്. കൂട്ടുകാരി, ഈ സരസ്വതി എന്ന് പറയുന്നത് നമ്മുടെ വർക്കല ക്ഷേത്രത്തിൻ്റെ സ്വന്തം ആനയാണ്. അപ്പൊ പൂവക്കോല എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ സരസ്വതി പുറപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു പടികളൊക്കെ ഇറങ്ങിയാണ് സരസ്വതി പോകുന്നത്. അതൊക്കെ കാണാൻ നല്ലൊരു കാഴ്ചയാണ്. ആറാട്ടിന്റെ അന്ന് 9 ആനകളാണ് ഇങ്ങനെ പടി ഇറങ്ങി പോണത്. അപ്പൊ ഇന്ന് സരസ്വതി മാത്രമാണ് പോണത്. പൂവക്കോല എടുക്കാൻ വേണ്ടിയിട്ട് ചിലക്കൂർ കടപ്പുറത്തോട്ടാണ് പോകുന്നത്. ഇരിക്കുന്നതാണ് പൂവക്കോല. ഇത് പള്ളിവേട്ടേന്റെ ഒരു ആചാരമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ജനാർദ്ദന സ്വാമിയുടെ തിരുവുത്സവത്തിൻ്റെ 9ാം ദിവസമായ അന്ന് ഈ പൂവക്കോലെറിയുന്ന ചടങ്ങ് ഭഗവാൻ വേട്ടയ്ക്ക് പോകുന്നതിൻ്റെ ഒരു ഐതിഹ്യമാണ്. വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പേ ഈ കാടൊക്കെ ഒന്ന് തെളിച്ച് ആ മൃഗങ്ങളെയൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി, അതായത് അവരെയൊക്കെ ഒന്ന് അവിടെ നിന്നൊക്കെ ഒന്ന് ഓടിക്കാൻ വേണ്ടി ഒരു ബഹളം അല്ലെങ്കിൽ ഒരു അനക്കം, ആ രീതിയുടെ ഒരു കഥയായിട്ടാണ് ഈ പൂവക്കോൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൂവക്കോല് ഒടിച്ച് അതിൻ്റെ ഒരു തുണ്ട്, ഒരു പീസ്, അത് എത്രയോ ആയിക്കോട്ടെ, ചെറുതായാലും വലുതായാലും, അത് നമ്മൾ വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് എൻ്റെ സങ്കല്പം. അപ്പത്തെ ഇവിടെ ഇനി കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് കാണാം. അപ്പൊ പൂവക്കോലിന് പൂജകളും കഴിഞ്ഞ് കുറച്ച് പൂക്കളും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സരസ്വതിക്ക് കുറച്ച് പൂക്കളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കൂട്ടുകാരെ, അവള് ഒരു തള്ളും കൂടെ വെച്ചു കൊടുത്തേക്കാണ് അതിൻ്റെ കൂടെ. അപ്പൊ ഇതിന് ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ച് സന്ധ്യയാവും. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കൂട്ടുകാരെ, കിഴക്കേ നടയിലെ മേളം എന്ന് പറയുന്നത് മണിക്കൂർ കണക്കിന് നല്ല ഗംഭീര മേളമായിരുന്നു. പൂവക്കോലൊക്കെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് പ്രധാന ചടങ്ങുകൾ നടക്കാൻ പോണത്.
ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ ഒരു കിഴക്കേ നടയിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ഇനി ഒരു മിക്കവാറും വലിയൊരു അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പള്ളിവേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ താ റെഡി ആയിട്ടുണ്ട്. അടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യം വന്നുള്ള അടിയൊന്നും അല്ല, ഈ പൂവക്കോല എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിയുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്ക്. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് നല്ല വിശദമായിട്ട് പറഞ്ഞിരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്നേന്റെ അടുത്ത് നിന്ന് ഒരുപാട് അമ്മമാർക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് ആനയാണ് എടുത്ത് എറിയുന്നത്, ഇത് ആരുടെ കണ്ണിലൊന്നും വീഴത്തില്ലേ, അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. പൂവക്കോലിന്റെ ചടങ്ങ് ഇത്ര നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അയച്ചുകൊടുക്കുക, ഷെയർ ചെയ്യൊക്കെ വേണം കേട്ടോ. ദേ ഈ കാണുന്നത് പള്ളിവേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാടാണ് കൂട്ടുകാരെ. അപ്പൊ ദേ ഒന്നാമത്തെ കെട്ട് പൂവക്കോലാണ് ദേ ഇപ്പൊ എറിയാനായിട്ട് പോകുന്നത്. ഒരുപാട് ചേട്ടന്മാരാണ് വന്ന് നിൽക്കുന്ന. ഈ അടി കൂടിയൊക്കെയാണ് അടി കൂടിയൊക്കെയാണ് അവരെടുക്കുന്നത്. കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഇത്തിരിയൊക്കെ കിട്ടും, അതാണ് അവരുടെയൊക്കെ ലക്ഷ്യം. ഇവിടെ പിന്നെ വേറെ നോട്ടമൊന്നുമില്ല, നമുക്ക് ഒരെണ്ണം ഒപ്പിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്തായിട്ട് രണ്ടാമത്തെ കെട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കെട്ടോട് കൂടിയാണ് എറിയുന്നത്. ഇതിങ്ങനെ എറിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഇടയിലോട്ട് തന്നെയാണ് വന്ന് വീഴുന്നത്. പിന്നെ അവരാണ് ഈ കെട്ടൊക്കെ അഴിച്ച് ഇത് വാരിയൊക്കെ എടുക്കുന്നത്. ഇതിങ്ങനെ അറിയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ കണ്ണിലൊന്നും കൊള്ളത്തില്ലെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊന്നും പറ്റാത്ത നൈസ് കമ്പാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുന്നില്ല, ആർക്കും അപകടങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ രസകരമായിട്ടും വളരെ വിശ്വാസത്തോടു കൂടി നടത്തുന്ന ഒരു ചടങ്ങാണിത്. അത് നോക്കിയോട് കൂട്ടിയാൽ എന്തുമാത്രം ആൾക്കാരാണെന്നറിയാവോ ഇത് എടുക്കാനായിട്ട് ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ ഇത് എറിയുന്നതിന് മുന്നേ തന്നെ പെണ്ണുങ്ങളെല്ലാം ഒരു സൈഡിലോട്ടൊക്കെ മാറ്റി നിർത്തും. കാരണം നമ്മളെ അങ്ങ് മാറ്റി നിർത്തിയതിനു ശേഷം ഇവിടെ ഫുള്ള് ചേട്ടന്മാരും മാമന്മാരും കൊണ്ടങ്ങ് നിറയണ ചെയ്യുന്ന. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഇന്ന് കയറി കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തുമാത്രം ആൾക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നതെന്ന്. അപ്പൊ താഴത്തെ ഈ അടിപിടി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മുകളിൽ നന്നായിട്ട് പള്ളിവേട്ട നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നാണ് ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുന്നത്. പറ്റുന്ന എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇതൊക്കെ. അപ്പൊ എല്ലാവർക്കും ഞാൻ ഉത്സവ ആശംസകൾ നേരുന്നു. അപ്പൊ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, കാരണം ഒത്തിരി പേര് കണ്ടിട്ടില്ലാത്തൊരു ഉത്സവ കാഴ്ചയാണിത്.